Voice of Marketing, in touch with positive people. എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ചിലതരം കസ്റ്റമർ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായി കാണും. 1,00,000 രൂപ തരാനുണ്ട്. എത്ര നാളായി? 1 വർഷമായി. പേയ്മെൻ്റ് ഇല്ല, പൈസ ബിസിനസ് ഇല്ല, മോശമാണ്. പക്ഷേ ഫോളോ അപ്പ് നിർത്തരുത്. ജീവിതകാലം മുഴുവൻ അവൻ്റെ ബാക്കിൽ നിന്നോളണം. അല്ലാതെ പൈസ വരില്ല. അല്ലാതെ എങ്ങനെ പൈസ വരും? ഒരാൾ 2 കാര്യങ്ങൾ കൊണ്ട് പേയ്മെൻറ്റ് തരാതിരിക്കാം. അയാൾ പേയ്മെൻറ്റ് തരാനുള്ള ഒരു അവസ്ഥ അയാൾക്കിപ്പോൾ ബിസിനസ്സിലില്ല. അയാളുടെ ബിസിനസ് പാടെ നശിച്ചു പോയി. ആ രീതിയിൽ അയാൾ ഒരു പാപ്പരായി പോയി. അയാൾക്ക് പൈസ ഇല്ലാതായി പോയി. പ്രോപ്പർട്ടിയും സ്വത്തുക്കളും എല്ലാം നശിച്ച് ബിസിനസ് അല്ലെങ്കിൽ ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്ന രീതി, അതൊക്കെ ഒരു ബാഡ് ഡെപ്റ്റായിട്ട് മാറാം. അല്ലാത്തൊരു കൂട്ടരുണ്ട്, പൈസ അവരുടെ കയ്യിലുണ്ട്, ഇനി ഇയാളുടെ പൈസയൊന്നും കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഏരിയയിൽപ്പെട്ട ആളുകളുണ്ട്. ഇനിയിപ്പോൾ പൈസ ഇല്ല, ഞാൻ ഇത്രയൊക്കെ ബിസിനസ് ചെയ്ത് ഇത്രയൊക്കെ അവർക്ക് കൊടുത്തില്ല, ഇനിയിപ്പോൾ ഈ 1,00,000 കൊടുക്കേണ്ട, അങ്ങനെ തീരുമാനിക്കുന്ന കസ്റ്റമറെ നമ്മൾ സൂക്ഷിക്കണം. ചിലപ്പോൾ അവർ ആ ബിസിനസ് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് പോയിട്ട് ആ ഷോപ്പും ഉണ്ടാവില്ല, ആ ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആ കസ്റ്റമർ വേറെ ഏത് ബിസിനസ് നടത്തുന്ന സർവീസ് ബിസിനസ് ആയാലും വേറെ ഏതെങ്കിലും ഒരു ഏരിയയിൽ പോയി ഇയാൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇതിനെ പറ്റിപ്പ് എന്ന് പറയാൻ നമുക്ക് പറ്റും. കാരണം അയാൾ ഓൾറെഡി അയാളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായി. ആ ഫണ്ട് ഇവിടെ കുറേ ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ടായി. അത് കൊടുക്കാതെ അവിടെ നിന്ന് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് വേറെ മുഖവുമായിട്ട് വേറെ ഏരിയയിൽ വേറെ നെയിമും കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിരുദന്മാരെയും നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ പേയ്മെൻറ്റ് തരുന്നില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, അയാളിൽ നിന്ന് പൈസ കിട്ടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കരുത്. അതുപോലെ തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യാൻ മടി കാണിക്കരുത്. കൃത്യമായ ഒരു അജണ്ട പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കേണ്ടത് ഒരു പേപ്പറിൽ, ഒരു ഡയറിയിൽ നോട്ട് ചെയ്യുക. രാവിലെ 12 മണിക്ക്, 1 മണിക്ക് ഒരു ദിവസം ആ കൺസിസ്റ്റൻസി നമ്മൾ നിലനിർത്തണം. വിളിക്കുന്ന കാര്യത്തിൽ ഉറപ്പായിട്ടും കോൺസ്റ്റൻ്റ് ലെവലിൽ ഇയാളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇയാൾ 1,00,000 രൂപ തരാൻ 1 വർഷമായിട്ട് നമുക്ക് തരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം, സാർ ഈ 1,00,000 രൂപ സാർ ഒരു മാസം 1000 രൂപ വെച്ച് സാർ ഒരു മാസം തന്നിരുന്നെങ്കിൽ എത്ര തീരുമായിരുന്നു? ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ സംസാരിക്കേണ്ടി വരും. കാരണം കേസ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ ലെവലിലേക്ക് പോകും. പൈസ കിട്ടാനുള്ള പോസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും. പിന്നെ പേയ്മെൻറ്റ് കേസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധി വരെയുള്ള ആളുകൾ പൈസ കൊണ്ട് തരാനും തയ്യാറാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേസിലേക്ക് പോകാതെ ഒരു കസ്റ്റമറെ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിച്ചെടുക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാധാരണഗതിയിൽ ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് ഡിലേ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം. നമ്മൾ അയാളോട് ചോദിക്കുന്നത് 1,00,000 രൂപ നമ്മളിന്നും പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ സർവീസ് കൊടുത്തിട്ട് തരാതിരിക്കുന്നവനോട് ഇനി അവൻ തരാൻ ഉദ്ദേശമെന്നില്ലെന്ന് കണ്ടാൽ, ഇനി അയാളായിട്ട് ബിസിനസ്സും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കണ്ടാൽ അയാളുടെ കയ്യിൽ നിന്നും ഉള്ള പൈസ വാങ്ങിക്കുക എന്നുള്ള സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. 1000 രൂപ വെച്ച് വീക്കിലി ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ വസ്തു വിറ്റ ശേഷം ഞാൻ ഈ പേയ്മെൻറ്റ് തരാം. പക്ഷേ ഒരു കാര്യം നടന്നിരിക്കണം, അത് നടത്തിയിരിക്കണം. അത് നടത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഫോളോ അപ്പ് ചെയ്തിരിക്കണം. കൃത്യമായി അയാളെ കോൾ ചെയ്തിരിക്കണം. അയാൾ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് പോവുമായിരിക്കും. അയാളെ നെക്സ്റ്റ് ഡേ അയാൾ ഫോൺ ഓൺ ചെയ്യുമായിരിക്കും. ഫോൺ ഓൺ ചെയ്യുമ്പോൾ മെസ്സേജ് അയച്ചിടണം. അയാളുടെ ID പ്രൂഫ് കൃത്യമായിട്ട് വാങ്ങിച്ചു വയ്ക്കണം. ഇൻ കേസ് നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ അയാളെ സമാധാനപരമായിട്ട് അയാളെ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്ത്, സാറേ പേയ്മെൻറ്റ് കേസ് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് പറയാം. അല്ലെങ്കിൽ വിളിച്ച ശേഷം അയാളുടെ ഷോപ്പ് അവിടെ ഉണ്ടാകുമല്ലോ, ഒരു ഷോപ്പിൽ എത്തിയ ശേഷം പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം റിമൈൻഡ് ചെയ്യാം. നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ച് സമയമെടുത്താലും നമ്മൾ പൈസ വാങ്ങിച്ചിരിക്കണം. അയാൾ പൈസ മനഃപൂർവ്വം തരാതിരിക്കുന്ന ഒരു കസ്റ്റമറാണെങ്കിൽ വിട്ട് കൊടുക്കരുത്. പൈസ കിട്ടുന്ന വരെ അയാളെ ഫോളോ അപ്പ് ചെയ്തിരിക്കണം.
കൃത്യമായ ഫണ്ട് മാനേജ് ചെയ്യാൻ കഴിയാത്തവർക്ക് ഇങ്ങനെയുള്ള വലിയ പ്രശ്നത്തിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എപ്പോഴും കൊടുക്കുമ്പോൾ ഒരു കസ്റ്റമറെ വാച്ച് ചെയ്തിരിക്കണം, അയാൾ സ്റ്റഡി ചെയ്തിരിക്കണം, അയാളുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്, അയാൾ നമുക്ക് പേയ്മെൻറ്റ് നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ടോ, അയാളുടെ ഒരു കൃത്യമായൊരു ഫണ്ട് മാനേജ്മെൻറ്റിലാണോ അയാൾ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. പഠിക്കാതെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രോഡക്റ്റ് കൊടുത്താൽ ഭയങ്കര പ്രശ്നത്തിൽ അത് അവസാനിക്കുള്ളൂ. അപ്പോൾ ആ പേയ്മെൻറ്റ് മേടിക്കാൻ ആ പേയ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്ത് ചെറിയ ചെറിയ പേയ്മെൻറ്റായിട്ട് 1 lakhനെ ഒരു ചെറിയ പേയ്മെൻറ്റുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക. ഇന്ന ദിവസം 1000 തരിക. ആ രീതിയിലല്ലാതെ പേയ്മെൻറ്റ് കിട്ടാൻ വഴിയിൽ പിന്നെ എങ്ങനെയാണ് പേയ്മെൻറ്റ് വാങ്ങിക്കുക? അതിന് നമ്മളൊരു സൊല്യൂഷനാണ് പറയുന്നത്. അത് ഒരാളിരുന്ന് പേയ്മെൻറ്റ് ഒരു സ്ഥാപനത്തിലായാലും പേയ്മെൻറ്റ് കിട്ടാത്ത അധികം ഒരു 100 ദിവസം 150 ദിവസം 1 വർഷമൊക്കെ ഇടുന്ന പേയ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്തിരിക്കണം. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഫോളോ അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനെ കാണാൻ ശ്രമിക്കണം. അവരൊരിക്കലും നമ്മൾ സൊസൈറ്റിയിൽ മോശപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഒന്നും ചെയ്യരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ സജഷൻസ്. അതാണ് വ്യക്തിപരമായിട്ട് ഒരാളെ പേയ്മെൻറ്റ് കിട്ടാത്തവരെ മറ്റുള്ളവരുടെ മുമ്പിൽ സൊസൈറ്റിയിൽ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത്. അത് മോശമാണ്. അത് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു സ്ഥാപനത്തിൻ്റെ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്ന കാര്യമാണ്. അല്ലാത്ത രീതിയിൽ വളരെ സൗമ്യതയോടെ സ്നേഹത്തോടെ അയാളെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ആ പേയ്മെൻറ്റ് മേടിക്കാനുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അവർ തീർച്ചയായിട്ടും പറയും, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ പിന്നെ എങ്ങനെ തരാനാണ്. അത് ഇതിനൊരു ഒരു സൊല്യൂഷൻ. അയാളെക്കുറിച്ച് പഠിക്കണം. അയാൾക്ക് എന്താണ് അയാളുടെ സറൗണ്ടിങ്, അയാൾ വേറെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടോ, വേറെ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ പൈസ തരാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അയാൾ പറയുന്നതാണോ, വേറെ ബിസിനസ്സുകൾ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്, നമ്മുടെ പൈസ തരാതിരിക്കുന്നുണ്ട്, അയാൾ ഒന്നുമില്ല ആകെ പൊട്ടി പാളിഷായി അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളാണോ, അയാൾക്ക് സ്വന്തമായി ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണോ, ജോലിക്ക് പോയിക്കൊണ്ട് വേറെ ബിസിനസ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുകയും ഈ തരാനുള്ളവർക്ക് പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. അത് കൃത്യമായി പേയ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്ത് പൈസ വാങ്ങിച്ചിരിക്കണം. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പുതിയ ഏരിയയെക്കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. ഓൾ ദ ബെസ്റ്റ്.